ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ബസ്മതി റൈസ് യൂസ് ചെയ്തിട്ട് നല്ല പൊരിച്ച ചിക്കൻ്റെ ബിരിയാണി. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും, ഗരം മസാല, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ക്രഷ് ചെയ്തത്, വിനീഗർ, കോൺഫ്ലോർ, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഓയിലിൽ ഓൾറെഡി കുറച്ച് ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതേ ഓയിലിലേക്ക് നമുക്ക് ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കാഷ്യും കിസ്മിസും ഫ്രൈ ചെയ്തതും മാറ്റി വെക്കാം. പിന്നെ മസാലയിലേക്ക് 1-2 ടൊമാറ്റോ എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ചിക്കൻ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ചിക്കനിൽ യൂസ് ചെയ്ത മാരിനേഷനും കൂടി മസാലയിൽ കുറച്ചിട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ മസാലയിൽ ഓയിൽ വിട്ട് വരുന്ന സമയമായി കഴിഞ്ഞാൽ നമുക്ക് യോഗട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനയില രണ്ടും ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി അടുത്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലൊരു 3-4 പീസ് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓൾറെഡി എല്ലാം കുക്ക് ആയതുകൊണ്ട് അധികം നേരം വെക്കണമെന്നില്ല. അപ്പോഴേക്ക് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് ഹോൾ സ്പൈസസും ലെമൺ പീലും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇത് ഗീ റൈസ് ആക്കി എടുക്കല്ല, തിളപ്പിച്ച് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബസ്മതി റൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി വേറൊരു പാനിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല വെച്ചിട്ട് റൈസ് വെച്ച് കൊടുക്കുക. ഒരു ലെയർ വെച്ചതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഓണിയനും കാഷ്യും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ, കാഷ്യൂ, കിസ്മിസ് അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സാഫ്രോൺ വാട്ടർ ഒഴിച്ച് കൊടുക്കുക. റൈസിന് ഒരു 2 കളേഴ്സ് കിട്ടാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫ്രൈ ചെയ്തപ്പോൾ മാറ്റി വെച്ച ചിക്കൻ പീസ് ഇല്ലേ, അതും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് 45 മിനിറ്റ്സ് മാക്സിമം സ്ലോ ഫയറിലൊന്ന് വെച്ചിട്ട് ദമ്മാക്കി എടുക്കാം. പിന്നെ എന്താ, ഇതുപോലെ ഒന്ന് ചിക്കൻ സെപ്പറേറ്റ് ആക്കി റൈസൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അടിയിൽ നല്ല ചിക്കൻ മസാലയും നല്ലോണം മിക്സ് ആക്കി എടുക്കുക. നമ്മൾ നോർമൽ കഴിക്കുന്ന ബിരിയാണി കഴിച്ച് മടുത്ത എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.